ബാലൻ, ഡയറക്റ്റഡ് ബൈ ചിദംബരം. ഇതൊരു ത്രില്ലറെന്നോ അല്ലെങ്കിൽ ഒരു മിസ്റ്ററിന്നോ ഒക്കെ മാത്രം നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാര്യം സ്വന്തം പേരും ഭൂതകാലവും ഒക്കെ മറച്ചു വെച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരമ്മയുടെയും മകൻ്റെയും നിശബ്ദ ഭയങ്ങളാണ് ഈ സിനിമ കേന്ദ്രമാക്കുന്നത്. കാര്യം ആദ്യ പകുതിയിൽ ഓരോ ലൊക്കേഷൻസും ഓരോ യാത്രയും പുതിയ ചോദ്യങ്ങളാണ് നമ്മളോട് സൃഷ്ടിക്കുന്നത്. ആരാണിവർ, എന്തിൽ നിന്നാണ് ഇവരിങ്ങനെ ഓടുന്നത് എന്ന കൗതുകം പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ മനസ്ഥിതിക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ നറേറ്റീവ്. അതുകൊണ്ടാണ് മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഫർസാനയുടെ സംഭാഷണങ്ങൾക്കുപരിയായിട്ട് പുള്ളിക്കാരുടെ വസ്ത്രധാരണവും അതുപോലെ തന്നെ നോട്ടങ്ങളും, പ്രത്യേകിച്ച് ഈ ഐ വൈഡനിങ് ഒക്കെ ഭയങ്കര ഹെവി ആയിട്ടാണ് ഇവരെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശരീരഭാഷയിലൂടെയൊക്കെ കിട്ടുന്ന ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും അവർ പൂർണ്ണമായി സുരക്ഷിതരല്ല എന്ന തോന്നൽ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനാനും അതുപോലെ തന്നെ അതിശേഷനും ഒക്കെ ചെയ്തിരിക്കുന്ന പ്രകടനങ്ങൾ നമ്മളെ ആ രീതിയിലോട്ട് കൂടുതലായിട്ട് എത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ പറയാത്ത വികാരങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. അതിലേക്ക് ഈ മുത്തശ്ശിയുടെ കഥാപാത്രം കൂടിയൊക്കെ വന്നു ചേരുമ്പോൾ സിനിമ പിന്നെ ഒരു അബ്സല്യൂട്ട് ഡിലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ജിത്തു മാധവൻ്റെ കഥയും ചിദംബരത്തിൻ്റെ സംവിധാനമൊക്കെ ചേർന്ന് ഒരു റോഡ് മൂവിയുടെ രൂപത്തിൽ മനുഷ്യബന്ധങ്ങളുടെ കഥയാണ് ഈ സിനിമ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാം പകുതിയിൽ ഈ യാത്രയും മിസ്റ്ററിയും കണ്ടെത്തലുമൊക്കെ ഒരു മന്ദഗതിയിലേക്ക് കുറച്ച് സമയത്തേക്ക് മാറുന്നുണ്ട്. കാര്യം ഒരു പെട്ടെന്നുള്ളൊരു ട്രാൻസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ പോലീസ് സ്റ്റേഷൻ രംഗങ്ങളും അതുപോലെ തന്നെ ഈ ജീൻ ബോളും ഗിരീഷ് ഏടിയും ഒക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും കുട്ടിയുടെ സുരക്ഷയേക്കാൾ സ്വന്തം ഈഗോയും അധികാരബോധവും തെളിയിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന തോന്നൽ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ആദ്യ പകുതിയിൽ നേടിയെടുത്ത ടെൻഷന് പൂർണ്ണമായിട്ടും അങ്ങോട്ട് നിലനിർത്താൻ സാധിക്കാതെ പോകുന്നത്. സിനിമയുടെ യഥാർത്ഥ സംഘർഷം നിയമവും കുറ്റവും തമ്മിലല്ല, ഈ തിരിച്ചറിയലും സുരക്ഷിതത്വവും തമ്മിലാണ്. ഈ കഥാപാത്രങ്ങൾ നിരന്തരം സ്ഥലം മാറുന്നത് പോലീസിനെ ഒഴിവാക്കാനല്ല, മറിച്ച് ഒരു സാധാരണ ജീവിതം കണ്ടെത്താനാണ്. അതുകൊണ്ട് തന്നെയാണ് ലൊക്കേഷനുകൾ പോലും കഥാപാത്രങ്ങളായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഷൈജു ഖാലിദ്, സുഷിൻ ശ്യാം, അജയൻ ചാലിശ്ശേരി, വിവേക് ഹർഷൻ, അതുപോലെ തന്നെ ഗണപതി, പിന്നെ ഇവരുടെ എൻ്റെ ടീമും ചേർന്ന് സിനിമയ്ക്ക് ഒരു പ്യുവർ ആത്മാർത്ഥത നമുക്ക് നൽകുന്നുണ്ട്. ശരിക്കും ഈ ടോവിനോയുടെ സ്റ്റാർ എന്നതിലുപരി കഥയുടെ മനുഷ്യസ്നേഹപരമായ വശങ്ങളെ പൂർത്തിയാക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് ഈ കഥാപാത്രത്തെ ടോവിനോ മാറ്റിയിട്ടുണ്ട്. ഈ ക്ലൈമാക്സ് വലിയ ട്വിസ്റ്റുകളില്ലാതെ ചെറിയ വികാരങ്ങളിലൂടെ പറഞ്ഞ വാക്കുകളുടെ ആന്തരിക അർത്ഥങ്ങളിലൂടെ അമ്മ മകൻ ബന്ധത്തിൻ്റെ ഹൃദയസ്പർശിയായ അവതരണം ചേരുമ്പോൾ സിനിമ തിയേറ്റർ അനുഭവമാകുന്നുണ്ട്. എന്നാലും സിനിമ ചോദിക്കുന്ന ചോദ്യം അവർ എന്താണ് ചെയ്തതെന്നല്ല, അവർക്ക് എന്തുകൊണ്ടാണ് ഒരു സാധാരണ ജീവിതം പോലും ലഭിക്കുന്നില്ല എന്നതാണ്. തിയേറ്ററിൽ കാണാവുന്ന സിനിമ.